കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എട്ടുകാലി അവനെ വന്ന് ശല്യം ചെയ്യാനായി തുടങ്ങി. അവന്റെ മൂക്കിനടുത്തേക്ക് പോയി എട്ടുകാലി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അവനെ ശല്യപ്പെടുത്താനായി തുടങ്ങി. ഇത് കണ്ട സിംഹം ഒരുപാട് തവണ അവനെ വലിച്ചു താഴെയിടാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. അവൻ എട്ടുകാലിയെ വലിക്കുമ്പോൾ മരം മുഴുവനായിട്ട് ചലിക്കുമായിരുന്നു. അവസാനം അവൻ ഒരു കല്ലിൽ കെട്ടിയിടാമെന്ന് കരുതി നോക്കിയപ്പോൾ എട്ടുകാരെ ആ കല്ലിൽ ചുറ്റി അവൻ കല്ല് എട്ടുകാരെ പിടിച്ചു മാറ്റാനായി നോക്കിയപ്പോൾ ആ കല്ല് പൊന്തി വന്നു. ഇത് കണ്ട ഒരു ആന അങ്ങോട്ടേക്ക് കയറി വന്നു. ആന ഇവനൊരു മജീഷ്യൻ ആണെന്ന് കരുതി അതും നോക്കിയിരിക്കാനായി തുടങ്ങി. എട്ടുകാലിയെ ആ കല്ലിൽ നിന്നും ഒരുപാട് തവണ പുറത്തെടുക്കാനായി സിംഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ട ആന അവൻ ആ കല്ല് വെറുതെ പൊന്തിച്ചതാണെന്ന് കരുതി ആന കൈയടിക്കാനായി തുടങ്ങി. എട്ടുകാരിയുടെ ശല്യം മൂത്ത് അവൻ എട്ടുകാരി തിന്നു കളയാമെന്ന് കരുതി വായിലിട്ട് ശവയ്ക്കാനായി തുടങ്ങി. അപ്പോഴേക്കും എട്ടുകാരി മരത്തിലൂടെ കയറി ചെന്ന് മരത്തിലുണ്ടായിരുന്ന കിളിക്കൂടലെല്ലാം ചുറ്റി അവന്റെ തലയിൽ മൊത്തം ചുറ്റി. എന്നിട്ട് അവനത് പിടിച്ചു വരച്ചതോടെ അവന്റെ തലയിലേക്ക് കിളിക്കൂടും ഒരു ചെറിയ കിളിയും വന്നു വീണു. അങ്ങനെ ഇരിക്കെ അപ്പോൾ അവന്റെ ഈ പ്രവൃത്തികളെല്ലാം കണ്ട് അവിടെ ഒരുപാട് പക്ഷികളും കിളികളും ഓടി വന്നു. അവന്റെ മാജിക് ആണെന്ന് കരുതി മാജിക് കാണാനായി എത്തി അവരെല്ലാവരും. ക്ഷീണിച്ച് സിംഹം ഒരു മരത്തിൽ കയറിയിരുന്നു. അപ്പോൾ എട്ടുകാലി അവനെ വീണ്ടും വെറുതെ വിട്ടില്ല. ആ മരത്തിലെ കൊമ്പിലോട് ചേർത്ത് അവനെ വലയിടാൻ തുടങ്ങി. ചുറ്റി 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 അവസാനം ആ കൊമ്പിൽ നിന്നും അവൻ ചാടിയപ്പോൾ ആ കൊമ്പിൽ അവൻ തൂങ്ങി നിൽക്കാനായി തുടങ്ങി. ഇത് കണ്ട അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെല്ലാം വീണ്ടും കൈയടിക്കാൻ തുടങ്ങി. ഇത് കണ്ട സിംഹത്തിന് ദേഷ്യം പിടിച്ചു. അവൻ അവിടെ നിന്നും ഓടിപ്പോയി ദൂരെയുള്ള വലിയ ഒരു പാറക്കല്ലിൽ ആ എട്ടുകാലിയെ ചുറ്റാനായി തുടങ്ങി. അങ്ങനെ ചുറ്റി 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 അവൻ ആ പാറക്കല്ലിൽ പോയി എട്ടുകാലി പൊട്ടുമെന്ന് കരുതി മുന്നോട്ട് നടന്നു. പക്ഷേ പാറക്കല്ലു അവനോടൊപ്പം വലിയ പാറക്കല്ല് അവനോടൊപ്പം വരാനായി തുടങ്ങി. ഇത് കണ്ട് ആനകളെല്ലാം വീണ്ടും കൈയടിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ കിടന്നുറങ്ങാനായി തുടങ്ങി. അപ്പോൾ എട്ടുകാലി ആ പാറക്കല്ല് ഒരു കൊക്കയിലേക്ക് വീണു. അതേസമയം അവനും സ്പോട്ടിൽ ആ കൊക്കയിലേക്ക് തന്നെ വീണു. ഇത് കണ്ട് ആനകളെല്ലാം അവന് ടാറ്റ പറയാൻ തുടങ്ങി.